മ്യാൻമറിൽ ബോട്ടുകൾ മുങ്ങി അപകടം, 500-ലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. മ്യാൻമർ തീരത്ത് റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച 2 ബോട്ടുകൾ മറിഞ്ഞാണ് അപകടമുണ്ടായത്. ജൂൺ അവസാനമാണ് അപകടമുണ്ടായത്. എന്നാൽ ഇപ്പോഴാണ് വിവരം പുറത്തുവരുന്നത്. 500-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് UN വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ MP രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും വീണ്ടും തിരിച്ചടി. MP ആയ കോയൽ മല്ലിക്കാണ് രാജിവെച്ചത്. രാജിക്കത്ത് രാജ്യസഭാ ചെയർമാന് സമർപ്പിച്ചു. നേരത്തെ 3 രാജ്യസഭാ MPമാർ രാജിവെച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്കാണ് തെലുങ്ക് സിനിമാ താരം കൂടിയായ കോയലിനെ തെരഞ്ഞെടുത്തത്. പാർട്ടി പരിപാടികളിലടക്കം സജീവമായിരുന്ന കോയൽ മല്ലിക് CBSE ത്രിഭാഷാ പഠനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി. 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 9ാം ക്ലാസ്സിൽ പുതിയൊരു ഭാഷ കൂടി നിർബന്ധമാക്കുന്നത് അധിക മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നാണ് ജസ്റ്റിസ് PB നാഗരത്ന വ്യക്തമാക്കിയത്. ആവശ്യമെങ്കിൽ 6ാം ക്ലാസ് മുതൽ പഠനം നടത്തുകയാണ് വേണ്ടതെന്ന് ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ അനുമതി നൽകണമെന്ന മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരായ തമിഴ്നാട് സർക്കാരിന്റെ അപ്പീൽ പരിശോധിക്കുന്നതിനിടെയായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം. എന്നാൽ ഈ കേസിൽ ത്രിഭാഷാ നയത്തിന്റെ നിയമസാധുത നേരിട്ട് പരിഗണിക്കുകയില്ലെന്ന് കോടതി വ്യക്തമാക്കി. അടുത്ത ആഴ്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. വാണിയംകുളത്ത് നിന്ന് കാണാതായ 3-അംഗ കുടുംബത്തെ കണ്ടെത്തി. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ ഷൊർണൂർ പോലീസിന്റെ അന്വേഷണ സംഘമാണ് കുടുംബത്തെ കണ്ടെത്തിയത്. കർണാടകയിലെ ചാമരാജ് നഗറിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. ഇവിടെ വാടക വീടെടുത്ത് താമസിച്ചു വരികയായിരുന്നു. കാണാതായി 8ാം ദിവസമാണ് കുടുംബത്തെ കണ്ടെത്തിയിരിക്കുന്നത്. തിരച്ചിലിൽ കാണാതായ ബാബു ഭാസ്കറിന്റെ മൂത്ത മകൻ വൈശാഖും അന്വേഷണ സംഘത്തിനൊപ്പം കർണാടകയിൽ എത്തിയിരുന്നു. ശർക്കര വ്യാപാരം നടത്തുന്ന കുടുംബത്തിന് മൈസൂരുവിൽ ബന്ധമുള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം കർണാടകയിൽ അന്വേഷണം വ്യാപിപ്പിച്ചത്. മലപ്പുറം വഴിക്കടവ് ചുരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇവരുടെ പിക്കപ്പ് ജീപ്പ് കണ്ടെത്തിയത് അന്വേഷണത്തിൽ നിർണായകമായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുടുംബം കർണാടക അതിർത്തി കടക്കുന്നതിന്റെ നിർണായക CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം വിളിച്ച് ലീഗ് നേതൃത്വം. മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നു എന്ന പരാതിക്കിടെയാണ് മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം വിളിച്ചത്. ലീഗ് നേതൃത്വം പാണക്കാട് വെച്ച് നടന്ന യോഗത്തിൽ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിലെ വീഴ്ച ചർച്ചയായി. സ്റ്റാഫ് നിയമവും PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കോൺഗ്രസ് MLA മാർ നൽകുന്ന പരിഗണന പോലും സാധാരണ അണികൾക്ക് മുസ്ലിം ലീഗ് MLA മാർ നൽകുന്നില്ലെന്നും പരിപാടിക്ക് വിളിക്കുമ്പോൾ മന്ത്രിമാർ വിമുഖത കാണിക്കുന്നുവെന്നും പരാതിയും വിമർശനവും ഉയർന്നതോടെയാണ് യോഗം വിളിക്കാൻ നേതൃത്വം തയ്യാറായത്. സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേസിലെ പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാർക്ക് നേരെ വധശ്രമം. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം കുറഞ്ഞ തുകയ്ക്ക് എടുത്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിച്ച കേസിലെ പ്രതികളെ പിടികൂടാനായി ബൈക്കിൽ പിന്തുടരുന്നതിനിടെയാണ് പോലീസുകാർക്ക് നേരെ ആക്രമണമുണ്ടായത്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ CPOമാരായ നിതിൻ ആന്റണി എന്നിവർ സഞ്ചരിച്ച ബൈക്കിലേക്ക് പ്രതികൾ മനഃപൂർവ്വം കാറിടിച്ച് കയറ്റുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ് പരിക്കേറ്റ ഇരുവർക്കും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി. മാറനല്ലൂർ അംബേദ്കർ കോളനിക്ക് സമീപം വെച്ചാണ് സംഭവം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബാലരാമപുരം സ്വദേശിയായ സനോജ് എന്ന പ്രതിയെ നെയ്യാറ്റിൻകര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. PSC ഓഫീസിൽ SIT പരിശോധന. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലാണ് തിരുവനന്തപുരത്തെ PSC ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. ക്രൈംബ്രാഞ്ച് SP-യുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ PSC ഓഫീസിലെത്തി പരീക്ഷാ രേഖകൾ പരിശോധിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ഉദ്യോഗാർത്ഥിയുടെ വിശദമായ മൊഴി അന്വേഷണ സംഘം നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇത് 3ാം തവണയാണ് PSC ഓഫീസിൽ SIT പരിശോധന നടത്തുന്നത്. കണ്ണൂർ കൊയിലാണ്ടി ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പായി. നഴ്സുമാർ മുന്നോട്ട് വെച്ച ശമ്പള കരാറിൽ ആശുപത്രി മാനേജ്മെന്റ് ഒപ്പുവെച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു 2 മാസത്തോളമായി നഴ്സുമാർ പണിമുടക്കിയത്. വേതന വർധനവ് ആവശ്യപ്പെട്ട്
കൊയിലി ആശുപത്രി ഉൾപ്പെടെ കണ്ണൂർ നഗരത്തിലെ 6 സ്വകാര്യ ആശുപത്രികളിലായിരുന്നു കഴിഞ്ഞ 2 മാസമായി നഴ്സുമാർ സമരം നടത്തിയിരുന്നത്. മറ്റ് 5 ആശുപത്രികളിലും സമരം നേരത്തെ തന്നെ ഒത്തുതീർപ്പായിരുന്നെങ്കിലും കൊയിലി ആശുപത്രി മാനേജ്മെന്റ് മാത്രം കരാറിൽ ഒപ്പിടാൻ തയ്യാറായിരുന്നില്ല. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് പ്രിയങ്ക ഗാന്ധിയുടെ PAയുടെ പേരിൽ തട്ടിപ്പിന് ശ്രമം. ഏലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ, MP മാരായ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കാണ് തട്ടിപ്പ് ഫോൺ കോളുകൾ ലഭിച്ചത്. സംഭവത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വയനാട് സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി രാജ്കുമാർ ആണെന്ന് പരിചയപ്പെടുത്തിയാണ് ഏലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനെ വിളിച്ചത്. കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമായിരുന്നു ലഭിച്ച സന്ദേശം. ഡൽഹിയിൽ നിന്നുള്ള നമ്പറിൽ നിന്നായിരുന്നു കോൾ വന്നത്. പൂർണ്ണമായും ഇംഗ്ലീഷിലായിരുന്നു സംസാരം. വിദ്യാ ബാലകൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സൈബർ സെല്ലും സംഭവവും സമാന്തരമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 1.5 വയസ്സുകാരന്റെ മരണം. മെഡിക്കൽ ബോർഡ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. പയ്യന്നൂരിൽ ചികിത്സാ പിഴവ് മൂലം 1.5 വയസ്സുകാരൻ ദേവാൻ ശൗര്യ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിനായി ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. ജില്ലാ മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്തിയ 7 പേരിൽ 3 പേർ യോഗത്തിൽ പങ്കെടുത്താൽ മതിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ നിലപാട് സ്വീകരിച്ചു. കേസിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്താനും അട്ടിമറിക്കാനും വേണ്ടിയാണ് നിയമവിരുദ്ധമായി കൂടുതൽ ആളുകളെ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്തിയതെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K അജിത് കുമാർ പ്രതികരിച്ചത്. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ലഭ്യമായ ചികിത്സാ രേഖകൾ പരിശോധിക്കുമ്പോൾ ആശുപത്രി അധികൃതരുടെ ക്രിമിനൽ അനാസ്ഥ വ്യക്തമാകുമെന്നും അഡ്വക്കേറ്റ് K അജിത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു.